ഈ നവകേരള യാത്ര നടത്തി. നവകേരളമായി മാറിയിരിക്കുന്നു, നല്ല രൂപത്തിലല്ല എന്ന് മാത്രം അല്ലേ. ഇവിടെ BJP അക്കൗണ്ട് തുറന്ന ഒരു നവകേരളമായി മാറിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഉള്ളത്. ആ യാത്രയിൽ ഉടനീളം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ജനങ്ങളെ കാണാൻ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാനുള്ള യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബസ് പിടിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോകുന്നു. ഇവിടെ പണമില്ല, കേന്ദ്രത്തിൽ നിന്ന് പണം ലഭിക്കുന്നില്ല എന്ന് പറയുന്ന ഘട്ടത്തിലാണ് ഈ യാത്ര നടത്തിയത്. അതിനെ ധൂർത്തെന്ന് പറഞ്ഞ് വിമർശിച്ചവരെ മോശം പരാമർശത്തിലൂടെ വായടപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. യാത്ര നടത്തി ജനങ്ങളോട് കാര്യങ്ങൾ പറയുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു. ജനങ്ങളിൽ നിന്ന് കേൾക്കാനാണെന്ന് പറയുന്നത്. പക്ഷേ ജനങ്ങളിൽ നിന്നാണോ കേട്ടത്? പൗരപ്രമുഖരിൽ നിന്നാണ് കേട്ടത് അല്ലേ. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിൻ്റെയൊക്കെ ഫലം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ പറയുന്ന ഈ ഈഴവ വോട്ടുകൾ 32% ഇടതുപക്ഷത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന വോട്ട് BJPയിലേക്ക് പോയി എന്നുള്ള യാഥാർത്ഥ്യം അവിടെ ഇപ്പോൾ മണ്ണൊരുക്കുന്നത് അറിഞ്ഞിട്ടില്ല എന്നാണോ? ഇത് കൃത്യമായും ഓരോ സ്ഥലങ്ങളിലും ഓരോ ഭാഗത്തും പാർട്ടി അണികളിൽ അല്ലെങ്കിൽ പ്രവർത്തകരിൽ ഉണ്ടാകുന്ന വ്യത്യാസം അറിയാനുള്ള സംവിധാനം ഈ പാർട്ടിക്കുണ്ട്. അപ്പോൾ അതിനോട് കണ്ണടച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അവിടെയുണ്ട്. ഒന്നും സംഭവിക്കില്ല, ഞങ്ങൾ തന്നെ വിജയിക്കുമായിരിക്കും എന്നുള്ള ആത്മവിശ്വാസമായിരുന്നിരിക്കാം. ഇനിയും ആഴത്തിൽ പരിശോധിക്കുന്നു എന്ന് പറയുമ്പോൾ ആഴത്തിലല്ലാതെ പുറമേക്ക് തന്നെ വന്നിരിക്കുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട്. അതാദ്യം മനസ്സിലാക്കുക. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മോശം പ്രയോഗങ്ങൾ വടകരയിൽ നമ്മൾ തെരഞ്ഞെടുപ്പിൽ കണ്ടില്ലേ. ഇപ്പോൾ കാഫിർ പ്രയോഗം നടത്തിയത് ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് KK ശൈലജ അടക്കം അവസാനം പ്രതികരിച്ചതും അതിനോട് കോൺഗ്രസ് എങ്ങനെ പ്രതികരിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനൊടുവിൽ ഇപ്പോൾ എന്താണ്? ആ കാഫിർ പ്രയോഗം നടത്തിയത് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകരല്ല എന്ന് പോലീസ് പറഞ്ഞിരിക്കുന്നു. ഇത് നേരത്തെ തന്നെ പോലീസ് കണ്ടെത്തിയ കാര്യമാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ പറയുള്ളൂ എന്ന് പറഞ്ഞു വെച്ചിരുന്ന കാര്യമാണ്. അതിപ്പോൾ കോടതിയിൽ സർക്കാർ ആ കാര്യം പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇതൊക്കെ ജനം കാണുന്നുണ്ടെന്നേ. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടത്തുന്ന പ്രതികരണങ്ങൾ, ഇപ്പോൾ പോരാളി ഷാജി ആര് എന്ന അന്വേഷണമാണ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോരാളി ഷാജിയെ മാത്രം അന്വേഷിച്ചാൽ പോരാ. അവനവൻ്റെ പാർട്ടി ലേബലിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് ഇവിടുത്തെ ചില യുവാക്കൾ നടത്തിയ വർഗീയ പരാമർശങ്ങൾ, വൃത്തികെട്ട പരാമർശങ്ങൾ, സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ പരിശോധിക്കുമോ? പാർട്ടി നടപടിയെടുക്കുമോ? അതിൽ പാർട്ടി സഖാക്കളുടെ നേതാക്കളുടെ മക്കളുണ്ട്, പരിശോധിക്കുമോ? നടപടിയെടുക്കുമോ? അതാദ്യം തിരുത്തട്ടെ. Meet the editors.